ഫ്രണ്ട്സ്, HSA സോഷ്യൽ സയൻസ് പരീക്ഷ കാത്തിരിക്കുന്നവർക്കായി അൺഅക്കാഡമി പ്ലസിൽ ഈ വരുന്ന ജനുവരി 15-ാം തീയതി HSA സോഷ്യൽ സയൻസ് എന്റെ ഇൻഡിവിജ്വൽ കോഴ്സ് ആരംഭിക്കുന്നു. തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് കാണുക. പരീക്ഷയാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് SCRT സബ്ജക്റ്റുകൾ, ഒപ്പം സോഷ്യൽ സയൻസിന്റെ കോർ സബ്ജക്റ്റുകൾ, സൈക്കോളജി, പെഡഗോജി വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ കാണുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ജനുവരി 15-നാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത്. ഒരു വർഷ കാലയളവാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഏകദേശം പരീക്ഷ നടക്കാൻ അത്രത്തോളം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് ആദ്യം 3 മാസം, ആദ്യത്തെ സ്റ്റേജിൽ 3 മാസം SCRT ചാപ്റ്ററുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനുശേഷം കംപ്ലീറ്റ് സിലബസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ SCRT ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് കോർ എന്ന് പറയാം, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ SCRTയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ളത് ഡീപ്പായിട്ടുള്ള ഫാക്റ്റുകളായിരിക്കും ഈ രണ്ടാമത്തെ സ്റ്റേജിൽ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലാണ് സോഷ്യൽ സയൻസിന്റെ പെഡഗോജിയും ഒപ്പം സൈക്കോളജിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൂന്നാമത്തെ ഘട്ടം. ഇങ്ങനെയാണ് കോഴ്സ് ഏകദേശം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തുടക്കം മുതൽ തന്നെ കാണുക. നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ അവസാനം വരെ കാണാൻ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തീർച്ചയായും നിങ്ങളെ നല്ലൊരു റാങ്കിൽ എത്തിക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും. എല്ലാ ദിവസവും ഓരോ സെഷനായിരിക്കും ഉണ്ടാവുക. ഞായറാഴ്ചകളിൽ ഒഴികെ എല്ലാ ദിവസവും ഓരോ സെഷനായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ലൊരു റാങ്ക് ഉറപ്പിച്ച് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിൽ ഇന്നലെ 50 മാർക്കിന്റെ പരീക്ഷ നടത്തിയിട്ട് അതിന്റെ ആൻസറും പിന്നെ ടോപ്പിക്ക് ഇട്ട ലെസണും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് സ്റ്റക്കായി നിൽക്കല്ലാതെ അത് പബ്ലിഷ് ആയില്ല. അതിനി ആവില്ല എന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ 50 ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ ഞാൻ 1 മുതൽ 25 വരെ ഇങ്ങനെ ആൻസർ കീ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 26 മുതൽ 50 വരെ ആയിട്ട് ആൻസർ കീ ആയിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എഴുതി വെച്ച ഉത്തരം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ ആൻസർ നോക്കാവുന്നതാണ്. അപ്പം ഇത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പം ഞാനതിനി സെപ്പറേറ്റ് 50 ആൻസർ വായിച്ചിട്ട് എന്ത് ചെയ്തില്ല, വേറൊരു ലെസൺ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങളങ്ങ് ചെയ്താൽ മതി. അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ മാർക്കങ്ങ് കണക്കാക്കിയാൽ മതി. അപ്പം ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യങ്ങൾ, ഇന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, മേഖലയെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സെലിനോളജി, സൈറ്റോളജി, നെഫോളജി, പോമോളജി. 2, ഭൂമധ്യരേഖ താഴെ കാണുന്നവരിൽ ഏതു പ്രദേശമാണ്? ഉച്ചമർദ്ദ മേഖല, ന്യൂനമർദ്ദ മേഖല, സമമർദ്ദ മേഖല, ഇവയൊന്നുമല്ല. 3, കുതിരാക്ഷാംശം എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. 4, നിർവാത മേഖല എന്നറിയപ്പെടുന്ന പ്രദേശം? ഭൂമധ്യരേഖ പ്രദേശം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. 5, താഴെ കൊടുത്തവയിൽ മർദ്ദത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഊഷ്മാവ്, ഉയരം, സാന്ദ്രത, ആർദ്രത. 6, വാണിജ്യവാദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനുദാഹരണങ്ങളാണ്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. 7, ഭൂരിഭാഗം മേഖലകളും കാണുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. 8, വിമാനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ? നിംബോസ്ട്രാറ്റസ്, ക്യൂമുലോനിംബസ്, എയർ പോക്കറ്റുകൾ, കൂൺ മേഘങ്ങൾ. 9, മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? സിറസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ, ക്യൂമുലസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ. 10, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്? കൂൺ മേഘങ്ങൾ, എയർ പോക്കറ്റുകൾ, നിംബോസ്ട്രാറ്റസ്, നോക്ടിലൂസന്റ് മേഘങ്ങൾ. 11, നാക്രേസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിൽ കാണപ്പെടുന്നു? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ. 12, കൂനകളായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്? സിറസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ, ക്യൂമുലസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ. 13, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് എത്ര? 66.5 ഡിഗ്രി, 23.5 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി. 14, സമരാത്ര ദിനങ്ങൾ അനുഭവപ്പെടുന്നത് ഏതെല്ലാം ദിവസങ്ങളിലാണ്? മാർച്ച് 23, സെപ്റ്റംബർ 21, മാർച്ച് 21, സെപ്റ്റംബർ 23,
ജൂൺ 21 ഡിസംബർ 22, ജൂൺ 22 ഡിസംബർ 21. 15 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസം മാർച്ച് 21, സെപ്റ്റംബർ 23, ജൂൺ 21, ഡിസംബർ 22. 16 10 മീറ്റർ ഉയരം കൂടുമ്പോൾ എത്ര മർദ്ദം കുറയും? 1 മില്ലി ബാർ, 10 മില്ലി ബാർ, 100 മില്ലി ബാർ, 11 മില്ലി ബാർ. 17 ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഓഗസ്റ്റ് ടു ഒക്ടോബർ, നവംബർ ടു ജനുവരി, മാർച്ച് ടു മെയ്, ജൂൺ ടു ജൂലൈ. 18 വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ, ഹൈഗ്രോമീറ്റർ, മാനോമീറ്റർ, അമീറ്റർ. 19 ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്നറിയപ്പെടുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ഭൂമധ്യരേഖ. 20 അലമുറയിടുന്ന 60കൾ എന്തിനുദാഹരണമാണ്? വാണിജ്യവാദം, പശ്ചിമവാദം, പൂർവ്വവാദം ഇവയൊന്നുമല്ല. 21 ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? സമയം നോക്കാതെ, യോജിച്ച സന്ദർഭത്തിൽ സമയം പാലിക്കാതെ, കൃത്യസമയത്ത്. 22 ധാത്രി എന്ന പദത്തിനർത്ഥം അമ്മ, സഹോദരി, വളർത്തമ്മ, മുത്തശ്ശി. 23 ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പുകഴ്ത്തുക, വധിക്കുക, പരിഹാസ്യനാക്കുക, ദൂർത്തടിക്കുക. 24 ശരിയായ പദം തെരഞ്ഞെടുക്കുക? കവിത്രി, കവയിത്രി, കവിയത്രി, കവയത്രി. 25 ഭർത്താവിന്റെ പര്യായം അല്ലാത്തത്? കണവൻ, തനയൻ, വല്ലഭൻ, കാന്തൻ. 26 മഞ്ചിരം എന്ന വാക്കിനർത്ഥം? കാൽച്ചിലമ്പ്, താമരപ്പൂവ്, ചന്ദ്രബിംബം, ഇളംകാറ്റ്. 27 ആകാശത്തിന്റെ പര്യായമല്ലാത്തത്? വ്യോമം, ഗഗനം, നാഗം, അമ്പരം. 28 താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പദം ഏത്? പതി, ശ്വശ്രു, കവി, തമ്പി. 29 ഒരു വാക്യത്തിന്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം? ഭിത്തിക, അല്പവിരാമം, പൂർണ്ണവിരാമം, അങ്കുശം. 30 ടേക്ക് ഫ്രഞ്ച് ലീവ് എന്നതിന്റെ മലയാള രൂപം ഏത്? അനുവാദം കൂടാതെ ഹാജരാകാതിരിക്കുക, ലീവ് എടുത്ത് നാടുവിടുക, ലീവ് എടുത്ത് മാറി നിൽക്കുക, ലീവ് എടുത്ത് വിദേശത്ത് പോവുക. അപ്പോൾ ഇത്രയാണ് 30 ചോദ്യങ്ങൾ. 30 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിക്കുക. 1 മേഘങ്ങളെ കുറിച്ചുള്ള പഠനം, ഓപ്ഷൻ സി നെഫോളജി. 2 ഭൂമധ്യരേഖ താഴെ കാണുന്നവയിൽ ഏത് പ്രദേശമാണ്? ഓപ്ഷൻ ബി ന്യൂനമർദ്ദ മേഖല. 3 കുതിരക്ഷാംശം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 4 നിർവാത മേഖല. ഓപ്ഷൻ എ ഭൂമധ്യരേഖ പ്രദേശം. 5 മർദ്ദത്തെ സ്വാധീനിക്കാത്ത ഘടകം? ഓപ്ഷൻ സി സാന്ദ്രത. 6 വാണിജ്യവാദം സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ എ. 7 ഭൂരിഭാഗം മേഖലകളും കാണുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ. 8 വിമാനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ? ഓപ്ഷൻ സി എയർ പോക്കറ്റുകൾ. 9 മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി നിംബസ് മേഘങ്ങൾ. 10 അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലായി കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി നൊക്ടിലൂസന്റ് മേഘങ്ങൾ. 11 നാക്രീസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിൽ കാണപ്പെടുന്നു? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. 12 കൂനകളായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്? ഓപ്ഷൻ സി ക്യൂമുലസ് മേഘങ്ങൾ. 13 ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ്? ഓപ്ഷൻ ബി 23.5 ഡിഗ്രി. അവിടെ വെർട്ടിക്കലായിട്ടുള്ള ചെരിവ് എത്രയാണ് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ളത് ഇത്തിരി ചെരിഞ്ഞു നിൽക്കുന്ന ആ 23.5 ഡിഗ്രിയാണ് ചൊരിയുന്നത്. പരിക്രമണ തലത്തിൽ നിന്ന് എന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് 66.5 എന്നുള്ളത് ഓർക്കേണ്ടതുള്ളൂ. അല്ലാത്ത നോർമൽ ക്വസ്റ്റ്യനിലെല്ലാം 23.5 ഡിഗ്രി ആയിരിക്കും. 14 സമരാത്ര ദിനങ്ങൾ അനുഭവപ്പെടുന്നത് ഏതെല്ലാം ദിവസങ്ങളിലാണ്? ഓപ്ഷൻ ബി മാർച്ച് 21 സെപ്റ്റംബർ 23. 15 ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസം? ഓപ്ഷൻ സി ജൂൺ 21. 16 10 മീറ്റർ ഉയരം കൂടുമ്പോൾ എത്ര മർദ്ദം കുറയും? ഓപ്ഷൻ എ 1 മില്ലി ബാർ. 17 ഇന്ത്യയിലെ ഉഷ്ണകാലം? ഓപ്ഷൻ സി മാർച്ച് ടു മെയ്. 18 വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി മാനോമീറ്റർ. 19 ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഭൂമധ്യരേഖ. 20 അലമുറയിടുന്ന 60കൾ എന്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി പശ്ചിമവാദം. 21 ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത്?
ഓപ്ഷൻ ഡി കൃത്യസമയത്ത്. 22 ധാത്രി എന്ന പദത്തിനർത്ഥം ഓപ്ഷൻ സി വളർത്തമ്മ. 23 ചെണ്ട കൊട്ടിക്കുക എന്നതിൻ്റെ അർത്ഥം ഓപ്ഷൻ സി പരിഹാസ്യനാക്കുക. 24 ശരിയായ പദം ഓപ്ഷൻ ബി കവയിത്രി. 25 ഭർത്താവിന്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ബി തനയൻ. 26 മഞ്ചിരം എന്ന വാക്കിനർത്ഥം ഓപ്ഷൻ എ കാൽച്ചിലമ്പ്. 27 ആകാശത്തിന്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ സി നാഗം. 28 താഴെ പറയുന്നതിൽ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ ബി ശ്വശ്രു. 29 ഒരു വാക്യത്തിന്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം ഓപ്ഷൻ സി പൂർണ്ണവിരാമം. 30 ടേക്ക് ഫ്രഞ്ച് ലീവ് എന്നതിന്റെ മലയാള രൂപം ഏത്? ഓപ്ഷൻ എ അനുവാദം കൂടാതെ ഹാജരാകാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് 30 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജോഗ്രഫി ക്യാപ്സൂൾസിലെ 10, 11, 12 3 ലെസൺ. അതായത് ഇന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക 5, 6, 7, 8, 9 അങ്ങനെ 5 എണ്ണമായിരുന്നു. ഇനി 3 ലെസൺ, അതായത് തൊട്ടടുത്തുള്ള 3 ലെസൺ 10, 11, 12. പിന്നെ മലയാളത്തിൻ്റെ വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. സോഷ്യൽ സയൻസിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടാവും. ഇംഗ്ലീഷ് മലയാളം പ്രാക്ടീസും ഉണ്ടാവും. അപ്പോൾ ജോഗ്രഫി ക്യാപ്സൂൾസ് 3 ലെസൺ, സോഷ്യൽ സയൻസ് ഒരു ചാപ്റ്റർ, മലയാളം ഇംഗ്ലീഷ് പ്രാക്ടീസ്, മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നാളെ വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നാളെ നമുക്ക് വീണ്ടും കാണും വരേക്കും താങ്ക് യു.